ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ +2 മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ലാബ് എക്സാമുമായി ബന്ധപ്പെട്ട് ലാബ് 0 അല്ലെങ്കിൽ ജിയോജിബ്രയുടെ ബേസിക് കോൺസെപ്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലാബ് 0-ലെ 0.1 അതുപോലെ തന്നെ 0.2 ഈ രണ്ട് ആക്ടിവിറ്റികളും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു. ഇന്നത്തെ വീഡിയോയിൽ 0.3 അതുപോലെ തന്നെ 0.4 ഈ രണ്ട് ആക്ടിവിറ്റികളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആക്ടിവിറ്റി 0.3 പറയുന്നത് സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് ആണ്. ചില സ്റ്റാൻഡേർഡ് ഫങ്ഷൻസിൻ്റെ ഗ്രാഫ് എങ്ങനെ ജിയോജിബ്ര എന്ന ആപ്ലെറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കാം എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഇതേ ലാബ് 0-ൻ്റെ പാർട്ട് 1 നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പാർട്ട് 1 കണ്ടതിന് ശേഷം മാത്രം പാർട്ട് 2 കാണാൻ ശ്രമിക്കുക. കാരണം പാർട്ട് 1-ലാണ് ഓൾറെഡി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പരിചയപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം പാർട്ട് 1 കാണാൻ ശ്രമിക്കുക. എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങളുടെ ലാബ് മാനുവൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആക്ടിവിറ്റി 0.3 കാണാം. സ്റ്റാൻഡേർഡ് ഫങ്ഷൻ, ഡ്രോ ദ ഗ്രാഫ് ഓഫ് സ്റ്റാൻഡേർഡ് ഫങ്ഷൻസ് യൂസിങ് ദ ഗിവൺ ഇൻപുട്സ്. അതായത് ചില സ്റ്റാൻഡേർഡ് ഫങ്ഷൻസിൻ്റെ ഗ്രാഫ് നമുക്കെങ്ങനെ ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് ആ പറഞ്ഞിട്ടുള്ള ഇൻപുട്ടുകൾ കൊടുത്തുകൊണ്ട് വരയ്ക്കാമെന്നതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് പറയുന്ന ഗ്രാഫ് ഐഡൻറ്റിറ്റി ഫംഗ്ഷനാണ്. ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം y=x അല്ലെങ്കിൽ f(x=x) എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ. അതായത് ഇൻപുട്ടിൽ നമ്മൾ x എന്ന് കൊടുക്കുന്നു. ഇൻപുട്ടിൽ x എന്ന് കൊടുക്കുക. സോ വി ഗോട്ട് ദ ഗ്രാഫ്. ദിസ് ഇസ് ദ ഗ്രാഫ് ഓഫ് ദ ഫംഗ്ഷൻ ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ y=x. ഇതേപോലെ 0-ലൂടെ പാസ് ചെയ്യുന്ന ഈ ലൈനാണ് y=x എന്നുള്ള ഫോമിലുള്ള ലൈന്. എന്താണോ x അത് തന്നെയാണ് y വാല്യൂ വരുന്നത്. 1 ആയിരിക്കുമ്പോൾ x 1 ആയിരിക്കുമ്പോൾ y=1, x 2 ആണെങ്കിൽ y=2, x 3 ആകുമ്പോൾ y=3 അങ്ങനെ പോകുന്ന ഗ്രാഫാണ്. ഇപ്പോൾ നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിലും അതേപോലെ തന്നെ. അപ്പോൾ നമ്മളിവിടെ എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ ഇവിടെ ആൾജിബ്രിക് വ്യൂവിൽ കിട്ടും. ആ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് ഗ്രാഫിക്കൽ വ്യൂവിൽ. അപ്പോൾ ഇതാണ് ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ. ഇനി രണ്ടാമതായിട്ട് നോക്കുന്ന ഫംഗ്ഷൻ y=x² എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ ഗ്രാഫ് ഒന്ന് ഹൈഡ് ചെയ്യാണ്. ഇത് ഹൈഡ് ചെയ്തിട്ട് നമുക്ക് സെക്കൻഡ് ഗ്രാഫ് വരയ്ക്കാം. അപ്പോൾ ഇതിവിടെ ക്ലിക്ക് ചെയ്ത് ഹൈഡാക്കി. ഇനി നമുക്ക് y=x², അതായത് x∪2 എന്ന് കൊടുക്കാം. അപ്പം നമുക്ക് x²ൻ്റെ ഗ്രാഫ് ഇവിടെ വന്നു. പരാബോള ഷേപ്പിലുള്ള ഗ്രാഫ് നമുക്കിവിടെ കിട്ടും. ഇതാണ് x² എന്നുള്ള ഗ്രാഫ്. ഈ ഗ്രാഫ് നോക്കിക്കൊണ്ട് നമുക്ക് എല്ലാ പോയിൻറ്റ്സും നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാവും. ഇവിടെ 0 ആണെന്നുണ്ടെങ്കിൽ y0, അതുപോലെ x=1 ആണെന്നുണ്ടെങ്കിൽ y=1 വരും, x=2 ആണെങ്കിൽ y=4 വരുന്നുണ്ട്. കണ്ടില്ലേ, ഇതാണ് 2, 4 എന്ന് പറഞ്ഞിട്ടുള്ള പോയിന്റ്. ഇനി അതുപോലെ അടുത്ത പോയിന്റ് 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിവിടെ മീറ്റ് ചെയ്യുന്നൊരു പോയിന്റ് y എന്ന് പറഞ്ഞ 9 എന്ന് പറഞ്ഞ പോയിന്റ് നമുക്കിവിടെ y വാല്യൂ ആയിട്ട് കിട്ടും. അപ്പോൾ അതുപോലെ ഓരോ പോയിൻറ്റ്സിനും നമുക്കിവിടെ x അതുപോലെ കറസ്പോണ്ടിങ് ആയിട്ട് y-യുടെ വാല്യൂസ് കണ്ടെത്താം. ഇനി തേർഡ് ഗ്രാഫ് വരയ്ക്കാൻ നമുക്ക് ഇത് ഹൈഡ് ചെയ്തിട്ട് തേർഡ് ഗ്രാഫ് നോക്കാം. തേർഡ് ഗ്രാഫ് മോഡുലസ് ഫംഗ്ഷനാണ്. മോഡുലസ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ വെറുതെ മോഡുലസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഗ്രാഫ് കിട്ടില്ല. അതിന് കൊടുക്കേണ്ടത് അബ്സല്യൂട്ട് വാല്യൂ ABS എന്ന് കൊടുക്കുക. ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഫോർമാറ്റ് ഇവിടെ വരും. ജസ്റ്റ് എൻ്റർ കൊടുത്തിട്ട് ബ്രാക്കറ്റിൽ x കൊടുക്കുക, അതല്ലെങ്കിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് x എന്ന് കൊടുത്താലും മതി. എൻ്റർ കൊടുക്കുമ്പോൾ ആൾജിബ്രിക് വ്യൂ ഇവിടെ കിട്ടും. അതുപോലെ തന്നെ ഗ്രാഫിക്കൽ വ്യൂവിൽ ഗ്രാഫ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അബ്സല്യൂട്ട് ഫംഗ്ഷൻ അല്ലെങ്കിൽ മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. V ഷേപ്പിലുള്ള ഒരു ഗ്രാഫ് നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇതാണ് ഗ്രാഫ്. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഗ്രാഫ് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതൊന്ന് ഹൈഡ് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ഗ്രാഫ് കൊടുക്കാം. സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ ഇൻപുട്ട് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളത് അതിൽ പറയുന്നുണ്ട്. സ്ക്വയർ റൂട്ട് എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം SQRT എന്ന് കൊടുക്കുക. അപ്പോൾ തന്നെ ഫംഗ്ഷൻ ഫോർമാറ്റ് ഇവിടെ വരും. അല്ലെങ്കിൽ ബ്രാക്കറ്റിനുള്ളിൽ x എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. എൻ്റർ കൊടുക്കുമ്പോൾ നമുക്ക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതാണ് സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇൻഫിനിറ്റിയിലോട്ട് ഇങ്ങനെ പോകുന്ന ഗ്രാഫ്. ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ, താഴേക്കൊന്നുമില്ല. ഈ സൈഡിൽ മാത്രം, പോസിറ്റീവ് സൈഡിൽ മാത്രമായിട്ട് പോകുന്ന ഒരു ഗ്രാഫ്. അപ്പോൾ ഇതാണ് അടുത്ത ഗ്രാഫ്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്, ഇതൊന്ന് ഹൈഡ് കൊടുക്കാം. അടുത്ത ഗ്രാഫ് നോക്കാം. അടുത്ത ഗ്രാഫ് നമുക്ക് പഠിക്കാനുള്ളത് x³ എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. അപ്പോൾ അതിനുവേണ്ടി x എന്ന് ടൈപ്പ് ചെയ്യുക, ∪3 എന്ന് കൊടുക്കുക, x³ എന്നുള്ള ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് x³ ഗ്രാഫ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് തുടങ്ങി താഴെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്നിട്ട് 0-ൽ ടച്ച് ചെയ്തിട്ട് മുകളിലോട്ട് പോകുന്ന ഈ രീതിയിലുള്ള ഗ്രാഫ്. ഇതാണ് x³ എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് താഴേക്കും മുകളിലോട്ടും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. സൂം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഗ്രാഫ് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് x³ എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇനി 6th ഗ്രാഫ് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്.
ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷന് നമ്മളിവിടെ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ എന്നല്ല കൊടുക്കുന്നത്, ഫ്ലോർ ഫംഗ്ഷൻ എന്നാണ് കൊടുക്കുന്നത്. ഫ്ലോർ FLOOR ഫ്ലോർ എന്ന് ടൈപ്പ് ചെയ്യുക, ബ്രാക്കറ്റിനുള്ളിൽ എക്സ് എന്ന് കൊടുക്കുക, ഫ്ലോർ എക്സ് എന്ന് കൊടുക്കുക. അപ്പം നമുക്ക് ഫ്ലോർ ഫംഗ്ഷൻ കിട്ടും. കണ്ടില്ലേ, എൻ്റർ പ്രസ് ചെയ്തപ്പോൾ ഫ്ലോർ ഫംഗ്ഷൻ്റെ ഗ്രാഫ് വന്നു. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഗ്യാപ്പിൽ വരുന്ന ഫംഗ്ഷനാണ് ഫ്ലോർ ഫംഗ്ഷൻ. 0 മുതൽ -1 വരെയുള്ള ഏതൊരു നമ്പർ, റിയൽ നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഒരു ഇൻറ്റീജർ -1 എന്നുള്ള ഇൻറ്റീജറാണ് നമുക്കിവിടെ കിട്ടുന്നത്. അതേപോലെ അടുത്തത് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇൻറ്റീജറായിട്ടാണ് y വാല്യൂ വരുന്നത്. ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്കൊരു ഇൻറ്റീജർ 1 എന്നോ 2 എന്നോ 3 എന്നോ അങ്ങനെയുള്ള ഒരു ഇൻറ്റീജറായിട്ടാണ് നമുക്ക് y വാല്യൂ എടുക്കുന്നത്. അപ്പോൾ അതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ്റെ ഗ്രാഫായിട്ട് വരുന്നത്. ഇനി അടുത്ത ഫംഗ്ഷൻ പഠിക്കാനുള്ളത് റെസിപ്രോക്കൽ ഫംഗ്ഷനാണ്. നമുക്കിത് ജസ്റ്റ് ഹൈഡ് കൊടുക്കാം. റെസിപ്രോക്കൽ ഫംഗ്ഷൻ, അതായത് 1/x, y = 1/x എന്നുള്ള ഫംഗ്ഷൻ 1/x എന്ന് തന്നെ ടൈപ്പ് ചെയ്യുക, 1/x എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ ഗ്രാഫ് നമുക്കിവിടെ കിട്ടും. അപ്പോൾ ഇതാണ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ 1/x എന്നുള്ള ഫംഗ്ഷൻ. കണ്ടില്ലേ, ഇത് ഇൻഫിനിറ്റിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ടച്ച് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യാതെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സൈഡിലോട്ടും 4 സൈഡിലോട്ടും ടച്ച് ചെയ്യാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഗ്രാഫാണ് 1/x എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഗ്രാഫാണ് സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ്. സിഗ്നം ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ഇൻപുട്ടിൽ കൊടുക്കേണ്ടത് SIGN എന്നാണ് കൊടുക്കേണ്ടത്. ഷോർട്ട് ഫോമിൽ കൊടുക്കുക, SIGN ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അത് അങ്ങനെ വരും ആ ഫോർമാറ്റ്. എന്നിട്ട് ബ്രാക്കറ്റിനുള്ളിൽ എക്സ് എന്ന് കൊടുക്കുക, SIGN of x. എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗ്രാഫ് നമുക്കിവിടെ കിട്ടും. 2 സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ -1ലും +1ലും പോകുന്ന ലൈന്. ഇവിടെ ആക്ച്വലി ഈ പോയിൻറ്റും കൂടിയുണ്ട്, 0 എന്ന് പറഞ്ഞ പോയിൻറ്റും കൂടിയുണ്ട്. അത് ഗ്രാഫിലൂടെ കാണിച്ചിട്ടില്ല, പക്ഷേ 0 എന്ന് പറഞ്ഞ പോയിൻറ്റും കൂടി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. സിഗ്നം ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പറയുന്നത് x greater than 0 ആയിട്ടുള്ള എല്ലാ വാല്യൂസിനും +1ഉം x<0 ആയിട്ടുള്ള എല്ലാ വാല്യൂസിനും -1ഉം അതുപോലെ തന്നെ x = 0 ആണെങ്കിൽ 0യും. അങ്ങനെയാണ് സിഗ്നം ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് അതിൻ്റെ ഗ്രാഫ് വരിക. ജസ്റ്റ് 1ലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈന്, അതുപോലെ -1ലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈന്, 2 ലൈനായിട്ട്. അപ്പോൾ ഇതാണ് 0 എന്ന് പറഞ്ഞ പോയിൻറ്റും. നമുക്ക് വേണമെങ്കിൽ ഒരു പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ട് ഈ പോയിൻറ്റും കൂടി ഇൻക്ലൂഡഡ് ആണ് ഗ്രാഫിൽ എന്നുള്ള മനസ്സിൽ വിചാരിക്കാം. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു പോയിൻ്റ് ഞാനിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ പോയിൻറ്റും കൂടി വരുമ്പോൾ ഗ്രാഫ് കംപ്ലീറ്റ് ആയി, കണ്ടില്ലേ. അപ്പോൾ ഇതാണ് സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇത്രയും ഫംഗ്ഷൻസിൻ്റെ ഗ്രാഫാണ് നമുക്ക് പഠിക്കാനുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ഗ്രാഫും എന്താണോ ഇൻപുട്ട് പറഞ്ഞിട്ടുള്ളത് അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗ്രാഫ് എല്ലാത്തിൻ്റെയും ക്ലിയർ ആയിട്ട് കിട്ടും. ഇനി ഈ ഫംഗ്ഷൻസിൻ്റെ എല്ലാം ഡൊമെയിനും റേഞ്ചും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ഈ ഗ്രാഫ് നോക്കിയിട്ട് എങ്ങനെ നമുക്ക് ഡൊമെയിൻ അതുപോലെ റേഞ്ച് കാണാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഫസ്റ്റ് ഫംഗ്ഷൻ എടുക്കുകയാണ്, y = x ഐഡൻറ്റിറ്റി ഫംഗ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ ഈ ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ലൈന്, ഇതാണ് നമ്മുടെ ഗ്രാഫ്. അപ്പോൾ ഈ ഗ്രാഫിൽ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ് വാല്യൂസ് ആണ്. ഏതൊക്കെ എക്സ് വാല്യൂസ് നമുക്കിതിന് ചൂസ് ചെയ്യാൻ പറ്റും, അതാണ് നമ്മുടെ ഡൊമെയിൻ. അപ്പോൾ ഞാനിവിടെ ഏതെങ്കിലും വാല്യൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ x = 1 എന്ന് എടുക്കുകയാണെങ്കിൽ എനിക്ക് y = 1 വരുന്നുണ്ട്, 2ന് 2 വരുന്നുണ്ട്, 3ക്ക് 3 വരുന്നുണ്ട്. ഏതൊരു എക്സ് വാല്യൂ എടുത്തു കഴിഞ്ഞാലും എനിക്ക് കറസ്പോണ്ടിങ്ങിൽ ഇവിടെ ഒരു y വാല്യൂ കിട്ടുന്നുണ്ട് അല്ലേ. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഏതെടുത്ത് കഴിഞ്ഞാലും എനിക്കിവിടെ കറസ്പോണ്ടിങ്ങിൽ ഒരു y വാല്യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എന്ത് പറയാം, സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇനി അതുപോലെ റേഞ്ച് എന്ന് പറയുമ്പോൾ ഏതൊരു y വാല്യൂ എടുക്കുമ്പോഴും എനിക്ക് കറസ്പോണ്ടിങ്ങിൽ ഒരു എക്സിൻ്റെ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അല്ലേ. തിരിച്ച് നോക്കുമ്പോഴും ഏതൊരു y വാല്യൂ എടുക്കുമ്പോഴും എക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. സോ റേഞ്ച് എന്ന് പറയുമ്പോഴും നമുക്ക് പറയാം സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് എന്ന് പറയാം. ഇനി നമുക്ക് അടുത്ത ഫംഗ്ഷൻ്റെ ഡൊമെയിനും റേഞ്ചും കണ്ടുപിടിക്കാം. അപ്പോൾ അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് g(x) = x² ആണ്. x² എന്ന ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. ഇതാണ് x²ൻ്റെ ഗ്രാഫ്. ഇപ്പോൾ ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് എക്സ് വാല്യൂസാണ്, എക്സിന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന വാല്യൂസാണ് ഡൊമെയിൻ. അപ്പോൾ ഇതിൽ ഓരോ പോയിൻറ്റ്സും നോക്കിയിട്ട് അതിന് കറസ്പോണ്ടിങ് y വാല്യൂസ് കിട്ടുന്നുണ്ടോ നോക്കാം. ഇപ്പോൾ 0 നോക്കുകയാണെങ്കിൽ 0 എന്ന പോയിൻ്റ് കിട്ടും നമുക്ക്. ഇനി 1 എടുത്താലും അതുപോലെ 2 എടുത്താലും 3 എടുത്താലും ഏതൊരു പോയിൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ്ങിൽ ഒരു വൈയുടെ വാല്യൂ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. 1 എടുക്കുമ്പോൾ 1, 2 എടുക്കുകയാണെങ്കിൽ 2² 4 വരുന്നുണ്ട്, 3 എടുക്കുമ്പോൾ 3² 9 വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും അല്ലാണ്ട് നെഗറ്റീവ് വാല്യൂസ് എടുക്കുകയാണെങ്കിൽ -1 എടുക്കുകയാണെങ്കിൽ 1 വരുന്നുണ്ട്, -2 എടുക്കുകയാണെങ്കിൽ 4 വരുന്നുണ്ട്, -3 ആണെങ്കിലും 9 വരുന്നുണ്ട്. പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഏതാണെങ്കിലും അതിൽ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു y വാല്യൂ കിട്ടുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഈ എല്ലാ എക്സ് വാല്യൂസും നമുക്കിവിടെ ചൂസ് ചെയ്യുന്നുണ്ട് നമ്മൾ. സോ ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് എന്ന് പറയാം. ഏത് എക്സും നമുക്കിവിടെ ചൂസ് ചെയ്യാം ഗ്രാഫിന് വേണ്ടിയിട്ട്. സോ ഡൊമെയിൻ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. ഇനി അതിൻ്റെ തന്നെ റേഞ്ച് നോക്കാം.
ഈ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ചിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും, വൈയുടെ വാല്യൂസ്. അതാണ് റേഞ്ച് എന്ന് പറയുന്നത്. എക്സ് എടുത്തതിനനുസരിച്ചിട്ട് നമുക്കൊരു വൈയുടെ വാല്യൂ കിട്ടും. ഇവിടെ 1 എടുത്തപ്പോൾ 1 വന്നു, 2 കൊടുത്തപ്പോൾ 4 വന്നു, 3 കൊടുത്തപ്പോൾ 9 വന്നു. അപ്പോൾ ഈ 1, 4, 9, അതുപോലെ തന്നെ ഇവിടെ വരുന്ന 1, 4, 9 അതൊക്കെയാണ് നമ്മുടെ റേഞ്ചിൽ വരുന്നത്. നമ്മൾ ഇപ്പോൾ ഈ ഗ്രാഫിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ താഴോട്ടേക്ക് ഒരിക്കലും ഗ്രാഫ് വരുന്നില്ല. പോസിറ്റീവായിട്ടുള്ള വാല്യൂസ് മാത്രമേ വൈക്ക് വരുന്നുള്ളൂ. കണ്ട 0 മുതൽ ഇങ്ങനെ മുകളിലോട്ട് മാത്രമാണ് പോകുന്നത്. ഈ പോസിറ്റീവ് വാല്യൂസ് ഇൻക്ലൂഡിങ് 0 മുതൽ ഇങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നതാണ് അതിൻ്റെ ഗ്രാഫ്. അപ്പോൾ ആ വാല്യൂസ് എല്ലാം അതിന് പോസിബിളാണ്. താഴോട്ടുള്ള നെഗറ്റീവ് വാല്യൂസ് ഒന്നും വരുന്നില്ല. കണ്ടില്ലേ, ഒരിക്കലും എനിക്ക് താഴോട്ടുള്ള ഈ നെഗറ്റീവ് വാല്യൂസ് കിട്ടുന്നില്ല. ഞാൻ എക്സ് പോസിറ്റീവ് വാല്യൂ എടുത്തു കഴിഞ്ഞാലും 1, 2, 3 ഏതെടുത്തു കഴിഞ്ഞാലും അല്ലെങ്കിൽ നെഗറ്റീവ് വാല്യൂ എടുത്തു കഴിഞ്ഞാലും ഗ്രാഫ് പോകുന്നത് മുകളിലോട്ട് തന്നെയാണ്. ഒരിക്കലും നെഗറ്റീവിന് നെഗറ്റീവ് അല്ല വരുന്നത്, നെഗറ്റീവിന് പോസിറ്റീവാണ് വരുന്നത്. -1ൻ്റെ സ്ക്വയർ നമുക്ക് 1 ആയിട്ടാണ് വരുന്നത്. അതുപോലെ -2ൻ്റെ സ്ക്വയർ നമുക്ക് 4 ആയിട്ടാണ് വരുന്നത്, അല്ലേ? പോസിറ്റീവ് വാല്യൂ ആണ്. ഈ സൈഡിലാണെങ്കിലും അങ്ങനെ തന്നെ. ഏതൊരു പോസിറ്റീവ് വാല്യൂ എക്സിന് എടുക്കുകയാണെന്നുണ്ടെങ്കിലും പോസിറ്റീവ് വാല്യൂ തന്നെയാണ് ആൻസറായിട്ട് വരുന്നത്. നെഗറ്റീവ് വാല്യൂ വരുന്നില്ല, താഴോട്ടേക്ക് ഗ്രാഫ് വരുന്നേ ഇല്ല. സോ നമുക്ക് പറയാം ഈ റേഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസറാണ്. 0 മുതൽ അങ്ങ് ഇൻഫിനിറ്റി വരെ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 0 മുതൽ ഇൻഫിനിറ്റി വരെ പോകുന്നതാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ നമുക്ക് റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി എന്ന് പറയാം. 0 കൂടി ഇൻക്ലൂഡഡ് ആയതുകൊണ്ടാണ് നമ്മൾ 0ൻ്റെ അവിടെ ക്ലോസ്ഡ് ഇൻ്റർവൽ കൊടുക്കുന്നത്. ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി എന്നതാണ് റേഞ്ച്. ഇൻഫിനിറ്റിയുടെ അവിടെ നമ്മൾ ഓപ്പൺ ഇൻ്റർവെലേ കൊടുക്കുള്ളൂ, ക്ലോസ്ഡ് ഇൻ്റർവെൽ കൊടുക്കില്ല. അതും നോട്ട് ചെയ്ത് വയ്ക്കുക. ക്ലോസ്ഡ് ഇൻ്റർവെൽ 0 ആൻഡ് ഓപ്പൺ ഇൻ്റർവെൽ ഇൻഫിനിറ്റി, ആ രീതിയിൽ കൊടുക്കുക. ഇനി നമുക്ക് തേർഡ് ഫംഗ്ഷൻ നോക്കാം. തേർഡ് ഫംഗ്ഷൻ മോഡുലസ് ഫംഗ്ഷനാണ്. ഇപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് ഹൈഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് മോഡുലസ് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇവിടെ ഗ്രാഫ് ഒന്ന് നോക്കാം. ഇവിടെ നമ്മൾ ഏതൊരു നെഗറ്റീവ് വാല്യൂ എടുക്കുമ്പോഴും നമുക്ക് കറസ്പോണ്ടിങ്ങിൽ ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. അതുപോലെ പോസിറ്റീവ് എടുക്കുമ്പോഴും ഇവിടെ മുകളിലോട്ട് പോകുന്ന രീതിയിൽ ഒരു ഗ്രാഫ് കിട്ടുന്നുണ്ട്. 0 എടുക്കുമ്പോൾ 0, 0 നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഈ നെഗറ്റീവിന് ഏതിനും വാല്യൂസും ഇപ്പോൾ എടുക്കുകയാണെങ്കിലും മുകളിൽ പോസിറ്റീവ് വാല്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. -9 എടുക്കുമ്പോൾ 9 വരുന്നുണ്ട്, -6 എടുക്കുമ്പോൾ 6 വരുന്നുണ്ട്. അതുപോലെ ഏത് വാല്യൂ പോസിറ്റീവ് വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിലും കറസ്പോണ്ടിങ്ങിൽ നമുക്ക് ഒരു വാല്യൂ കിട്ടുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് എക്സിന് ചൂസ് ചെയ്യാൻ പറ്റുന്ന വാല്യൂസ്? എല്ലാ വാല്യൂസും എടുക്കുന്നത് കൊണ്ട് നമുക്ക് പറയാം ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ആണെന്ന് പറയാം. ഇനി റേഞ്ച് നോക്കുകയാണെങ്കിൽ നേരത്തെ കണ്ടതുപോലെ വൈ വാല്യൂസ് ഈ പോസിറ്റീവ് വാല്യൂ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. നെഗറ്റീവ് ആൻസർ, അതായത് നെഗറ്റീവ് വാല്യൂസ് വൈക്ക് വരുന്നില്ല. കണ്ടില്ല, താഴോട്ട് ഗ്രാഫ് പോകുന്നില്ല, മുകളിൽ മാത്രമാണ് ഗ്രാഫ് ഉള്ളത്. അപ്പോൾ നമുക്ക് റേഞ്ച് എന്ന് പറയാം. റേഞ്ച് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ഇൻഫിനിറ്റി എന്ന് പറയാം. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ്. അപ്പോൾ ഇതാണ് സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഈ പോസിറ്റീവ് സൈഡിലോട്ട് മാത്രമായിട്ട് പോകുന്ന ഗ്രാഫാണ് സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഗ്രാഫ് നോക്കുക. ഇവിടെ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇൻഫിനിറ്റിയിലോട്ട് പോകുന്ന ഗ്രാഫാണ്. പോസിറ്റീവ് സൈഡ് മാത്രം, ഹാഫ് പരാബോള എന്നൊക്കെ പറയാം നമുക്ക് വേണമെങ്കിൽ. ആ രീതിയിൽ പോകുന്ന ഗ്രാഫാണ് സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇവിടെ എക്സ് വാല്യൂസ് ഞാൻ ഇതൊക്കെ എടുക്കുന്നുണ്ട്. ഈ പോസിറ്റീവായിട്ടുള്ള 0 എടുക്കുന്നുണ്ട്, 1 എടുക്കുന്നുണ്ട്. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള എല്ലാ വാല്യൂസും ഞാൻ എക്സ് വാല്യൂസ് എടുക്കുന്നുണ്ട്. അപ്പോഴെല്ലാം എനിക്കിവിടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടുന്നുണ്ട്. ഫംഗ്ഷൻ ഡിഫൈൻഡ് ആണ്. ഇനി അതുപോലെ നെഗറ്റീവ് വാല്യൂസ് ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടുന്നില്ല. നെഗറ്റീവ് സൈഡിലോട്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഒന്നും പോകുന്നില്ല. സോ നമുക്ക് പറയാം പോസിറ്റീവ് വാല്യൂസിന് മാത്രമാണ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ആയിട്ടുള്ളത്. നെഗറ്റീവ് വാല്യൂസിന് ഫംഗ്ഷൻ ഡിഫൈൻഡ് അല്ല. അപ്പോൾ ഞാൻ എക്സ് ഏതൊക്കെയാണ് എടുത്തത്? എക്സ് എന്ന് പറഞ്ഞത് ഈ പോസിറ്റീവ് വാല്യൂസ് മാത്രമേ ഞാൻ എക്സ് എടുത്തത്. 1 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് 1 വരുന്നുണ്ട്. 2 എടുക്കുകയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഒരു പോയിൻറ്റ് 1 സംതിങ് എനിക്ക് വരുന്നുണ്ട്. അങ്ങനെ 4 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 വരുന്നുണ്ട്. അങ്ങനെ ഈ 0നേക്കാളും വലുതായിട്ടുള്ള ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും എനിക്കിവിടെ ഗ്രാഫ് ഡിഫൈൻഡ് ആയിട്ട് വരുന്നുണ്ട്, ഇല്ലേ? ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും കറസ്പോണ്ടിങ്ങിൽ ഒരു വൈയുടെ വാല്യൂ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നേരെ മറിച്ച് ഈ നെഗറ്റീവ് സൈഡിലോട്ട് നമുക്ക് ഗ്രാഫ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നില്ല. സോ നമുക്ക് എന്തെന്ന് പറയാം? ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 to ഇൻഫിനിറ്റി, 0 ഇൻഫിനിറ്റി എന്നുള്ളതാണ് അതിൻ്റെ ഡൊമെയിൻ എന്ന് നമുക്ക് പറയാം. ഇനി നമുക്കിതിൻ്റെ റേഞ്ച് നോക്കാം. റേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളെടുക്കുന്ന എക്സിനനുസരിച്ചിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട്, അതായത് വൈയുടെ വാല്യൂസ്. ഇപ്പോൾ 0 എടുക്കുമ്പോൾ എനിക്ക് 0 വരുന്നുണ്ട്, 1 എടുക്കുമ്പോൾ 1 വരുന്നുണ്ട്. ഓരോ എക്സ് വാല്യൂസിനും, ഈ പോസിറ്റീവായിട്ടുള്ള ഓരോ എക്സ് വാല്യൂസിനും എനിക്ക് കറസ്പോണ്ടിങ്ങിലി ഒരു വൈയുടെ വാല്യൂ വരുന്നുണ്ട്. പക്ഷേ ഈ വൈയുടെ വാല്യൂ വരുന്നതൊക്കെ ഏത് സൈഡിലാണ്? ഇതിങ്ങനെ ഇൻഫിനിറ്റിയിലേക്ക് പോവുകയാണ്. പക്ഷേ അത് പോസിറ്റീവ് സൈഡിൽ മാത്രമാണ് പോകുന്നത്, നെഗറ്റീവ് സൈഡിലോട്ട് വരുന്നില്ല. കണ്ട, ഒറ്റ പോയിൻറ്റ് നമുക്കിവിടെ നെഗറ്റീവ് സൈഡിൽ, നെഗറ്റീവ് റീജിയണിൽ കിട്ടും.
കിട്ടിയിട്ടില്ല. എല്ലാം പോയിട്ടുള്ളത് ഈ മുകളിലോട്ട് മാത്രമാണ്. ഇപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇൻഫിനിറ്റി വരെ. അപ്പോൾ അതിനൊക്കെ കറസ്പോണ്ടിങ്ങിൽ നമുക്ക് വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് വൈ വാല്യൂ ആണ്, നെഗറ്റീവ് വൈ വാല്യൂ അല്ല. നെഗറ്റീവ് വൈ വാല്യൂ എന്ന് പറയുമ്പോൾ താഴോട്ട് വരണം ഗ്രാഫ്, താഴോട്ട് വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പറയാം റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 തന്നെയാണ് എന്ന് പറയാം. ഇനി അടുത്ത ഫംഗ്ഷൻ നോക്കാം. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് x³ എന്നുള്ള ഫംഗ്ഷനാണ്. ഇതാണ് x³ എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇനി ഇവിടെ ഇതിൻ്റെ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളിവിടെ 0 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0 എന്ന് പറഞ്ഞ പോയിന്റ് കിട്ടുന്നുണ്ട്. 1 എടുക്കുമ്പോൾ ഇവിടെ ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. 2 എടുക്കുമ്പോൾ പോയിന്റ് കിട്ടുന്നുണ്ട്. 3 എടുക്കുമ്പോൾ അങ്ങനെ ഏതൊരു പോസിറ്റീവ് സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും മുകളിലോട്ട് നമുക്കൊരു കറസ്പോണ്ടിങ് പോയിന്റ് കിട്ടുന്നുണ്ട്. നെഗറ്റീവ് വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കറസ്പോണ്ടിങ്ങിൽ ഒരു പോയിന്റ് കിട്ടുന്നുണ്ട്. സോ നമുക്ക് പറയാം എല്ലാ എക്സ് വാല്യൂസും ഇതിന് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. സോ ഡൊമെയിൻ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം. ഇനി റേഞ്ച് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഏതൊരു വൈ വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിലും കറസ്പോണ്ടിങ്ങിൽ നമുക്കൊരു എക്സ് നമുക്കിവിടെ കണ്ടെത്താൻ പറ്റുന്നുണ്ട് ഇല്ലേ. ഓരോ പോയിന്റിനും ഇവിടെ തന്നെ എക്സ് നമുക്ക് കിട്ടുന്നുണ്ട്. പോസിറ്റീവ് വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇനിയിപ്പോൾ അതുപോലെ താഴേക്കിട്ടുള്ള ഏതൊരു വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിലും കറസ്പോണ്ടിങ്ങിലി ഒരു എക്സ് വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ട്. ദെർഫോർ റേഞ്ച് എന്ന് പറയുന്നതും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെന്ന് പറയാം. ഈ ഫംഗ്ഷൻ x³ എന്നുള്ള ഫംഗ്ഷന് ഡൊമെയിനും റേഞ്ചും രണ്ടും എന്തുതന്നെയാണ്, സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നെയാണെന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷനാണ്. ഇതാണ് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഫ്ലോർ ഫംഗ്ഷൻ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. ഇപ്പോൾ ജിയോജിബ്രയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്ലോർ ഫംഗ്ഷൻ എന്ന ടേമാണ്. ഇതിങ്ങനെ സ്റ്റെപ്പായിട്ട് പോകുന്നത് കൊണ്ട് തന്നെ സ്റ്റെപ്പ് ഫംഗ്ഷൻ എന്നും പറയാറുണ്ട്. ഇപ്പോൾ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പറയുന്നത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ വാല്യൂ ഓഫ് എ നമ്പർ എന്ന് പറയുന്നത് ഇറ്റ് വിൽ റൗണ്ട് ഓഫ് ദ നമ്പർ ടു ദ ഇൻറ്റീജർ വിച്ച് ഇസ് ലെസ് ദാൻ ദ ഗിവൺ നമ്പർ. ഇനി ഇവിടെ ഗ്രാഫ് നോക്കുക. നമ്മളിവിടെ ഏതൊക്കെ എക്സ് വാല്യൂസാണ് എടുക്കുന്നത് നോക്കുക. 0 മുതൽ 1 വരെ എടുക്കുമ്പോൾ നമുക്ക് 0 തന്നെയാണ് വൈ വാല്യൂ വരുന്നത്. അതുപോലെ 1 to 2 എടുക്കുമ്പോൾ വൈയുടെ വാല്യൂ 1 തന്നെ വരുന്നുണ്ട്. പിന്നെ അതുപോലെ ഏതൊരു എക്സ് വാല്യൂസും നമ്മളിവിടെ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ എക്സ് വാല്യൂസിനും നമുക്ക് കറസ്പോണ്ടിങ്ങിൽ വൈ വാല്യൂ കിട്ടുന്നുണ്ട്. നെഗറ്റീവ് വാല്യൂസ് ആണെങ്കിലും നമുക്ക് കറസ്പോണ്ടിങ്ങിൽ വൈ വാല്യൂ കിട്ടുന്നുണ്ട്. Therefore we can say that domain is a set of real numbers എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ റേഞ്ച് നോക്കാം. വൈ വാല്യൂസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. അതായത് നമ്മൾ ഇതിലുള്ള ഏതെങ്കിലും എക്സ് ഒക്കെ എടുക്കുമ്പോൾ, അതായത് 1 to 2 എക്സ് എടുക്കുമ്പോൾ നമുക്ക് ആൻസർ വൈ കിട്ടുന്നത് 1 എന്നാണ്. അതുപോലെ ഇതിനിടയിലുള്ള നമ്പർ ഒന്നും നമുക്ക് വൈ വാല്യൂ ആയിട്ട് കിട്ടുന്നില്ല. ഇനിയിപ്പോൾ അതിൻ്റെ അടുത്തുള്ള 2 to 3 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആൻസർ 2 എന്ന് തന്നെയാണ് കിട്ടുന്നത്. ആ ഒറ്റ ഇൻറ്റീജർ മാത്രമാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ ഏത് നമ്പർ എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് നമുക്ക് ഇൻറ്റീജർ മാത്രമാണ് വൈ വാല്യൂ ആയിട്ട് വരുന്നത്. ഇനി വേറെ ഈ 3 to 4 ഇടയിലുള്ള ഏതെങ്കിലും നമ്പർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആൻസറായിട്ട് വൈ വാല്യൂ വരുന്നത് ഒരു ഇൻറ്റീജർ 3 എന്നുള്ള ഇൻറ്റീജർ മാത്രമായിട്ടാണ് വരുന്നത്. ഇനി ഇവിടെ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും വൈയുടെ വാല്യൂ എപ്പോഴും നെഗറ്റീവ് ഇൻറ്റീജേഴ്സായിട്ട് മാത്രമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇടയിലുള്ള റിയൽ നമ്പേഴ്സ് ഒന്നും നമുക്കിവിടെ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം റേഞ്ച് എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റാണെന്ന് നമുക്ക് പറയാം. പോസിറ്റീവ് ഇൻറ്റീജേഴ്സും നെഗറ്റീവ് ഇൻറ്റീജേഴ്സും 0 അടങ്ങുന്ന ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റാണ് നമ്മളതിൻ്റെ റേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ഫംഗ്ഷൻ റെസിപ്രോക്കൽ ഫംഗ്ഷൻ. അപ്പോൾ ഇതാണ് റെസിപ്രോക്കൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇതിവിടെ ടച്ച് ചെയ്യുന്നില്ല, ടച്ച് ചെയ്യാതെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഗ്രാഫാണ്. ഇനി ഡൊമെയിൻ നോക്കുമ്പോൾ നമ്മൾ ഓരോ എക്സ് വാല്യൂസ് എടുക്കുക. ആദ്യം 0 എടുക്കുക. 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ നമുക്ക് വൈ വാല്യൂസ് ഒന്നും കിട്ടുന്നില്ല. മറ്റെല്ലാ വാല്യൂസിനും 1 വരുമ്പോൾ 2 വരുമ്പോൾ 3 വരുമ്പോഴൊക്കെ നമുക്ക് കറസ്പോണ്ടിങ് ഒരു വൈ വാല്യൂ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സ് എടുക്കുമ്പോഴും നമുക്ക് കറസ്പോണ്ടിങ് ഒരു വൈ വാല്യൂ കിട്ടുന്നുണ്ട്. സോ നമുക്ക് പറയാം 0 ഒഴിച്ച് മറ്റെല്ലാ നമ്പേഴ്സുമാണ് അതിൻ്റെ ഡൊമെയിൻ. അതായത് ഡൊമെയിൻ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് മൈനസ് സെറ്റ് 0 എന്ന് പറയാം. ഇനി അതുപോലെ തന്നെ റേഞ്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എല്ലാ വൈ വാല്യൂസിനും നമുക്ക് റേഞ്ച് കണ്ടെത്താൻ പറ്റും. എക്സെപ്റ്റ് 0 എന്ന് പറഞ്ഞ പോയിന്റ്. 0 എന്ന് പറഞ്ഞ പോയിന്റിന് മാത്രം കറസ്പോണ്ടിങ് നമുക്ക് എക്സ് കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് റേഞ്ച് എന്ന് പറയുന്നതും r മൈനസ് സെറ്റ് 0 എന്ന് പറയാം. ദെർഫോർ ഈ ഫംഗ്ഷൻ്റെ ഡൊമെയിനും റേഞ്ചും r മൈനസ് സെറ്റ് 0 എന്നുള്ളതായിരിക്കും. ഇനി അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിഗ്നം ഫംഗ്ഷനാണ്. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതാണ്. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇനി ഇവിടുത്തെ ഡൊമെയിനും റേഞ്ചും കാണണം. ഡൊമെയിൻ എന്ന് പറയുമ്പോൾ എക്സ് വാല്യൂസ് നോക്കുക. അപ്പോൾ എക്സ് നമ്മളിവിടെ എല്ലാ എക്സ് വാല്യൂസും സെലക്ട് ചെയ്താലും കറസ്പോണ്ടിങ് വൈ വാല്യൂസ് നമുക്ക് കിട്ടുന്നുണ്ട്.
സോ ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. ഇനി അതുപോലെ റേഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഈ ഒരു പോയിന്റ് മാത്രമാണ് ഇതിൽ റേഞ്ചായിട്ട് കാണിച്ചിട്ടുള്ളത്. നെഗറ്റീവ് നമ്പേഴ്സിനെല്ലാം -1 എന്ന് പറഞ്ഞ പോയിൻ്റാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ പോസിറ്റീവ് നമ്പേഴ്സിനെല്ലാം നമുക്ക് കിട്ടുന്നത് +1 എന്ന് പറഞ്ഞ പോയിന്റ്. പിന്നെ ഈ 0 എന്ന് പറഞ്ഞ പോയിന്റും കൂടി ഇൻക്ലൂഡഡ് ആണ്. സോ 0 എന്ന് പറഞ്ഞ പോയിന്റും കൂടി റേഞ്ചിൽ വരും. ദെർഫോർ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് -1 1 0 ഈ 3 നമ്പർ മാത്രമാണ് റേഞ്ചിൽ വരുന്നത്. ഈ ഒരു മെത്തേഡ് കൂടാണ്ട് തന്നെ നമുക്ക് ഡൊമെയിൻ റേഞ്ചും ലൈൻ വരച്ചുകൊണ്ട് കൂടി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. ഞാനിതെല്ലാം ഹൈഡ് ചെയ്തിട്ട് ഫസ്റ്റത്തെ ഫംഗ്ഷൻ എടുക്കുകയാണ്. സോ ഇതാണ് f(x) എന്നുള്ള നമ്മുടെ ഫസ്റ്റത്തെ ഫംഗ്ഷൻ. ഇതിൻ്റെ ഡൊമെയിനും റേഞ്ചും നമുക്ക് ലൈൻ വരച്ചുകൊണ്ട് എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാനൊരു പോയിന്റ് മാർക്ക് ചെയ്യാണ്. ഇപ്പോൾ ഗ്രാഫിൽ എവിടെയെങ്കിലും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. ഇനി ഡൊമെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വാല്യൂസ് ആണ്. സോ നമ്മൾ എക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു ലൈൻ വരച്ച് നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പെർപെൻഡിക്കുലർ ലൈൻ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് ഈ എക്സ് ആക്സിസും കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ എക്സിന് പെർപെൻഡിക്കുലർ ആയിട്ട് ലൈൻ വരും. ഇനി ഈ പോയിന്റും കൂടി നമ്മളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ പോയിന്റും കൂടി ഇതിൽ വരുന്ന വിധത്തിൽ നമുക്ക് ലൈൻ കിട്ടും. ഇനി ഇത് പോയിന്റിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കിതിങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുപോകാം. നമ്മളിങ്ങനെ ഡ്രാഗ് ചെയ്ത് പോകുമ്പോൾ ഈ ലൈന് ഈ ഗ്രാഫിൻ്റെ എല്ലായിടത്തും ഇങ്ങനെ ടച്ച് ചെയ്യുന്നുണ്ട്. ഏതൊരു പോയിന്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും എല്ലായിടത്തും ഇത് മീറ്റ് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, എല്ലായിടത്തും നമുക്ക് മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം, ഇതിൻ്റെ ഏതൊരു എക്സ് വാല്യൂസ് എടുക്കുമ്പോഴും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വൈ വാല്യൂ കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. Therefore we can say that domain is set of real numbers R എന്ന് നമുക്ക് പറയാം. ഇതേ രീതിയിൽ നമ്മളിനി സെക്കൻഡ് ഗ്രാഫ് ഒന്ന് എടുത്ത് നോക്കുക. y=x² എന്നുള്ള ഗ്രാഫ് എടുക്കുമ്പോൾ അവിടെയും നമ്മൾ ഈ പെർപെൻഡിക്കുലർ ലൈന് നമ്മൾ ഇതുപോലെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഏതൊരു എക്സ് വാല്യൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും കറസ്പോണ്ടിങ്ങിൽ നമുക്കൊരു വൈ വാല്യൂ കിട്ടും. അതായത് ഗ്രാഫിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ലൈൻ മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ടില്ല, ഇവിടെ നോക്കിക്കഴിഞ്ഞാലും എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് അത് മീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. Therefore ഇവിടെയും ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത ഫംഗ്ഷൻ മോഡുലസ് ഫംഗ്ഷൻ നോക്കാം. മോഡുലസ് ഫംഗ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഈ പെർപെൻഡിക്കുലർ ലൈൻ നമ്മളിങ്ങനെ എക്സ് ആക്സിസിലൂടെ കൊണ്ടുപോകുമ്പോൾ ഗ്രാഫിൽ എവിടെയെങ്കിലൊക്കെ ആയിട്ട് അതിങ്ങനെ ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ നമുക്ക് പറയാം ഇവിടെയും അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെന്ന് പറയാം. ഇനി അടുത്ത ഗ്രാഫ് y=√x എന്നുള്ള ഗ്രാഫ്, സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലൈൻ ഇതുപോലെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ഗ്രാഫിൽ 0 കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് പോസിറ്റീവ് സൈഡിലോട്ട് വരുന്ന എല്ലാ എക്സ് വാല്യൂസിനും ഗ്രാഫ് ടച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിൽ, അതായത് നെഗറ്റീവ് വാല്യൂസിന് എക്സിന് നെഗറ്റീവ് വാല്യൂസ് എടുക്കുമ്പോൾ ഗ്രാഫിൽ എവിടെയും ടച്ച് ചെയ്യുന്നില്ല. സോ നമുക്ക് പറയാം ഇതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ആണ് എന്ന് പറയാം. ഇങ്ങനെ നമുക്ക് എല്ലാ ഗ്രാഫിൻ്റെയും ഡൊമെയിൻ നമുക്ക് റേഞ്ച് ഇതുപോലെ പറയാൻ പറ്റും. അടുത്ത ഗ്രാഫ് എടുത്ത് നോക്കാം. അടുത്ത ഗ്രാഫ് എന്ന് പറയുന്നത് x³ എന്നുള്ള ഗ്രാഫാണ്. അപ്പോൾ ഇവിടെ നമ്മളിതുപോലെ പെർപെൻഡിക്കുലർ ലൈന് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ എല്ലാ നെഗറ്റീവ് വാല്യൂസിനും അതുപോലെ തന്നെ എല്ലാ പോസിറ്റീവ് വാല്യൂസിനും ഗ്രാഫിൽ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. Therefore we can say that domain is a set of real numbers എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അടുത്ത ഫംഗ്ഷൻ ഒന്ന് നോക്കാം. ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ ഓർ ഫ്ലോർ ഫംഗ്ഷൻ. അപ്പോൾ ഇവിടെയും നമ്മളിങ്ങനെ നീക്കുമ്പോൾ നമുക്ക് കാണാം എല്ലാ എക്സ് വാല്യൂസിനും കറസ്പോണ്ടിങ് എവിടെയെങ്കിലുമൊക്കെ മീറ്റ് ചെയ്യുന്നതുകൊണ്ട് കറസ്പോണ്ടിങ് വൈ വാല്യൂ ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ ഹിയർ ദ ഡൊമെയിൻ ഇസ് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 എന്ന് പറയാം. ഇനി f(x)1/x എന്നുള്ള ഫംഗ്ഷൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ പോയിൻറ്റ്സിലും മീറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ 0 എത്തുമ്പോൾ അത് മീറ്റ് ചെയ്യുന്നില്ല. അതായത് 0 എന്നുള്ള പോയിൻറ്റിന് മാത്രം കറസ്പോണ്ടിങ് വൈ വാല്യൂ ഇല്ല എന്നർത്ഥം. ബാക്കി എല്ലായിടത്തും നമ്മളിങ്ങനെ നീക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. ഇവിടെ ഈ സൈഡിലോട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നെഗറ്റീവ് വാല്യൂസിനാണെങ്കിലും ഇവിടെ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാം. 0യിൽ മാത്രം അത് മീറ്റ് ചെയ്യുന്നില്ല. സോ 0 മാത്രമാണ് ഇൻക്ലൂഡ് അല്ലാത്ത. സോ ഡൊമെയിൻ എന്ന് പറയുന്നത് R- സെറ്റ് 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി അതുപോലെ അടുത്ത ഫംഗ്ഷൻ നോക്കാം. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് സിഗ്നം ഫംഗ്ഷൻ. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇതൊന്ന് ഹൈഡ് ചെയ്യാം. സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമ്മളിതുപോലെ പെർപെൻഡിക്കുലർ ലൈൻ ഇതുപോലെ മൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുപോലെ വീണ്ടും നമുക്ക് കാണാൻ പറ്റും ഇതിലെല്ലായിടത്തും ടച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. സോ ഇവിടെയും അതിൻ്റെ ഡൊമെയിൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണെന്ന് പറയാം. ഡൊമൈന് നമ്മൾ ലൈൻ വരച്ചിട്ട് കണ്ടില്ലേ, അതുപോലെ തന്നെ നമുക്ക് റേഞ്ചും ലൈൻ വരച്ചിട്ട് പെർപെൻഡിക്കുലർ ലൈൻ വരച്ചുകൊണ്ട് കണ്ടെത്താവുന്നതാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നേരത്തെ ചെയ്തത് അതേപോലെ തന്നെ ആദ്യം നമ്മളൊരു പോയിന്റ് സെലക്ട് ചെയ്യുക. എവിടെയെങ്കിലും ഗ്രാഫിൽ ഒരു പോയിന്റ് കൊടുത്തതിന് ശേഷം അതിനൊരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുക.
പെർപെൻഡിക്കുലർ ലൈൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വൈ ആക്സിസ് സെലക്ട് ചെയ്യുക, ശേഷം പോയിൻറ്റും കൂടി സെലക്ട് ചെയ്യുക. ഇപ്പം നമുക്ക് പെർപെൻഡിക്കുലർ ലൈൻ കിട്ടിയിട്ടുണ്ട്. റേഞ്ച് എന്ന് പറയുമ്പോൾ വൈ വാല്യൂസ് ആണല്ലോ, അപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കേണ്ടത് വൈ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് വരയ്ക്കാൻ നോക്കാം. ഇനി നമ്മൾ ഫസ്റ്റത്തെ ഗ്രാഫ് എടുത്തു. ഫസ്റ്റത്തെ ഗ്രാഫിൽ ജസ്റ്റ് ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഡ്രാഗ് ചെയ്ത് കൊണ്ടാവും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ലൈൻ എവിടെയെങ്കിലുമൊക്കെ ഈ ഗ്രാഫിൽ മീറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് ഏതൊരു വൈ പോയിന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിന് കറസ്പോണ്ടിങ് ഒരു എക്സ് വാല്യൂ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. അതായത് റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ് എന്ന് നമുക്ക് പറയാം. ഇനി അടുത്ത ഫംഗ്ഷൻ എടുക്കുക. അടുത്ത ഫംഗ്ഷൻ എന്ന് പറയുന്നത് f(x)(x²). അതിലും ഇതുപോലെ ഈ പെർപെൻഡിക്കുലർ ലൈൻ ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കാം. അപ്പോൾ ഇതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ താഴോട്ട് പോകുമ്പോൾ ഗ്രാഫ് എവിടെയും ടച്ച് ചെയ്യുന്നില്ല. കണ്ടില്ല, ഗ്രാഫ് എവിടെയും ടച്ച് ചെയ്യാനില്ല. പക്ഷേ നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ഈ ഗ്രാഫ് നമുക്ക് ഇവിടെ ആയിട്ട് ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ആണെന്ന് പറയാം. ഇനി അടുത്ത ഗ്രാഫ് മോഡുലസ് ഫംഗ്ഷൻ എടുക്കുക. അവിടെയും നമ്മളിതുപോലെ തന്നെ പെർപെൻഡിക്കുലർ ലൈൻ ഒന്ന് മൂവ് ചെയ്ത് നോക്കുക. അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ 0 മുതൽ ഇങ്ങോട്ടേക്ക് വരുന്ന എല്ലാ വാല്യൂസിനും ഗ്രാഫ് ടച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. നേരെ മറിച്ച് താഴോട്ടിരിക്കുമ്പോൾ എവിടെയും ഗ്രാഫ് ടച്ച് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെയും റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 എന്ന് നമുക്ക് പറയാം. അടുത്ത ഫംഗ്ഷൻ സ്ക്വയർ റൂട്ട് ഫംഗ്ഷനാണ്. സ്ക്വയർ റൂട്ട് ഫംഗ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഗ്രാഫ് പോസിറ്റീവ് വാല്യൂസിന് എടുക്കുമ്പോൾ ഗ്രാഫ് ടച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. 0 മുതൽ ഇങ്ങനെ പോകുമ്പോൾ ഗ്രാഫ് ടച്ച് ചെയ്യുന്നുണ്ട്, ഇൻക്ലൂഡിങ് 0. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ലൈൻ തന്നെ താഴോട്ടേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും ടച്ച് ചെയ്യുന്നില്ല. അതായത് നമുക്ക് പറയാം റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ 0 ആണെന്ന് പറയാം. ഇനി അടുത്ത ഫംഗ്ഷൻ x³ എന്നുള്ള ഫംഗ്ഷൻ എടുക്കുക. അപ്പോൾ x³ എന്നുള്ള ഫംഗ്ഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മൂവ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും എല്ലായിടത്തും ഗ്രാഫ് ടച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ റേഞ്ച് എന്നുള്ള പറയുന്നത് എന്ത് പറയാം, നമുക്ക് റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് തന്നെയാണെന്ന് പറയാൻ പറ്റും. അടുത്ത ഫംഗ്ഷൻ എടുക്കുക. അടുത്ത ഫംഗ്ഷൻ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഓർ ഫ്ലോർ ഫംഗ്ഷൻ എന്ന് പറയാം. ഫ്ലോർ ഫംഗ്ഷനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇവിടെ പെർട്ടിക്കുലർ ലൈൻസിൽ, അതായത് ഈ ലൈൻ സ്റ്റെപ്പിൽ മാത്രമാണ് അത് ടച്ച് ചെയ്യുന്നത്. അതായത് ഈ ഓരോ പോയിൻറ്റ്സിൽ മാത്രമാണ് അത് ടച്ച് ചെയ്യുന്നത്, അതായത് ഓരോ ഇൻറ്റീജേഴ്സിലും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഇൻറ്റീജേഴ്സിൻ്റെ സെറ്റാണെന്ന് പറയാം. മറ്റ് നമ്പേഴ്സിലൊന്നും ടച്ച് ചെയ്യുന്നില്ല. അതിൻ്റെ ഇടയിലത്തെ ഏതെങ്കിലും നമ്പർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഗ്രാഫ് എവിടെയും ടച്ച് ചെയ്യുന്നില്ല. കണ്ടില്ലേ, ഈ ഓരോ പോയിൻറ്റ്സിൽ മാത്രമാണ് അത് ടച്ച് ചെയ്യുന്നത്. സോ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ് എന്ന് പറയാം. അതുപോലെ നെക്സ്റ്റ് ഫംഗ്ഷൻ റെസിപ്രോക്കൽ ഫംഗ്ഷൻ. റെസിപ്രോക്കൽ ഫംഗ്ഷനും ഇതുപോലെ തന്നെ നമുക്ക് റേഞ്ച് പറയാം. ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെയുള്ള എല്ലാ പോയിൻറ്റ്സിലും 0 ടച്ച് ചെയ്യുന്നില്ല, ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സിലും ടച്ച് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതായത് റേഞ്ച് എന്ന് പറയുന്നത് 0 ഒഴിച്ചുള്ള മറ്റെല്ലാ നമ്പേഴ്സും ആണെന്ന് നമുക്ക് പറയാം. അതാണ് r-set0 എന്ന് നമ്മൾ റേഞ്ച് എഴുതാൻ കാരണം. ഇനി അടുത്ത ഫംഗ്ഷൻ നോക്കുക. അടുത്ത ഫംഗ്ഷൻ സിഗ്നം ഫംഗ്ഷൻ. ഈ സിഗ്നം ഫംഗ്ഷൻ്റെ ഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ ഈ ലൈൻ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ -1 ഗ്രാഫ് ടച്ച് ചെയ്യുന്നുണ്ട്. കണ്ടില്ല, ഗ്രാഫും പെർപെൻഡിക്കുലർ ലൈനും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ 0 മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മുകളിലോട്ട് എടുത്താൽ +1 മീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 3 പോയിന്റിൽ മാത്രമാണ് അത് മീറ്റ് ചെയ്യുന്നത്, മറ്റുള്ള പോയിന്റ്സിലൊന്നും ഗ്രാഫ് മീറ്റ് ചെയ്യുന്നില്ല. സോ നമുക്ക് പറയാൻ പറ്റും റേഞ്ച് എന്ന് പറയുന്നത് സെറ്റ് -1, 1, 0 ഈ 3 പോയിന്റ് മാത്രമാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ കുറച്ച് സ്പീഡിലാണ് പോയത്, കാരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതായതുകൊണ്ട് ഈ ഒരു മെത്തേഡും കൂടി കാണിച്ചു എന്ന് മാത്രം. ഇതെല്ലാം കൂടി കൺക്ലൂഡ് ചെയ്തിട്ട് ഞാനൊരു ടേബിൾ ചെയ്തിട്ടുണ്ട്. ടേബിളിൽ ജസ്റ്റ് നോക്കിയിട്ട് ഡൊമൈൻ റേഞ്ച് ഒന്നും കൂടി മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് സീൽ ഫംഗ്ഷൻ്റെ ഗ്രാഫാണ്. സീൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കൊടുക്കാനായിട്ട് ഇവിടെ ഇൻപുട്ടിൽ സീൽ എക്സ് എന്ന് കൊടുക്കുക. CEIL പിന്നെ ബ്രാക്കറ്റിനകത്ത് എക്സ് എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് സീൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് സീൽ ഫംഗ്ഷൻ്റെ ഗ്രാഫ്. ഇനി സീൽ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക. സീൽ ഫംഗ്ഷൻ ഗിവ്സ് ദ ലീസ്റ്റ് ഇൻറ്റീജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്നാണ്. അതായത് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുക്കുകയാണെങ്കിൽ അതിനേക്കാളും വലുതായിട്ട് വരുന്ന ഇൻറ്റീജറാണ് നമ്മൾ എഴുതേണ്ടത്, നിയറസ്റ്റ് ഇൻറ്റീജർ. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു എക്സാമ്പിൾ എടുത്തിട്ട് നോക്കാം. അപ്പോൾ അതായത് നമ്മളിപ്പോൾ 0 to -1 എന്നുള്ള റേഞ്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഇടയിലുള്ള എല്ലാത്തിൻ്റെയും നമ്പേഴ്സ് എടുക്കുമ്പോഴും നമുക്ക് 0 തന്നെയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. നേരെ മറിച്ച് നമ്മൾ അതിൻ്റെ ഫ്ലോർ ഫംഗ്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0 to -1 എല്ലാത്തിനെയും ഫ്ലോർ ഫംഗ്ഷൻ വരുന്നത് -1 എന്നാണ്. ഫ്ലോർ ഫംഗ്ഷൻ ഗിവ്സ് ദ ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ദാറ്റ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്. അതാണ് ഫ്ലോർ ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. ഫ്ലോർ ഓഫ് -0.5 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ -1 എന്നാണ് വരിക. നേരെ മറിച്ച് നമ്മളിതുപോലെ ഇവിടെയുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള വാല്യൂ എടുത്ത് നോക്കാം. 2.5 എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലോർ വാല്യൂ വരുന്നത് 2 തന്നെയാണ് വരുന്നത്. നേരെ മറിച്ച് അതിൻ്റെ സീൽ ഫംഗ്ഷൻ ആണെങ്കിലോ 2.5ൻ്റെ സീൽ ഫംഗ്ഷൻ വരുന്നത് 3 ആണ്. അതായത് 2 കഴിഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ഇൻറ്റീജർ 3 ആയിട്ടാണ് വരുന്നത്. സീൽ എന്ന് പറയുമ്പം ആ ടേമിൽ തന്നെ അറിയാം, മുകളിൽ എന്നുള്ള അർത്ഥത്തിൽ. ഫ്ലോർ എന്ന് പറയുമ്പോൾ താഴെ എന്നുള്ളത്. അപ്പോൾ ആ ഒരു പേരിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നെക്സ്റ്റ് ഇൻറ്റീജർ എഴുതാൻ പറ്റും. 3.5 എന്നൊക്കെ ആണെങ്കിൽ 4 ആയിരിക്കും അതിൻ്റെ സീൽ വാല്യൂ.
പിന്നെ ഫ്ലോർ ഓഫ് 3.5 ആണെന്നുണ്ടെങ്കിൽ 3 ആയിരിക്കും അതിൻ്റെ ആൻസർ. 6.3 6.2 അതൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഫ്ലോർ ഫംഗ്ഷൻ 6 തന്നെ വരുന്നുണ്ട്. നേരെ മറിച്ച് സീൽ ഫംഗ്ഷൻ ആണെങ്കിൽ അത് 7 ആയിട്ടാണ് വരുന്നത്. സീലിംഗ് അതുപോലെ തന്നെ ഫ്ലോർ, ആ രണ്ട് വേർഡ് മീനിങ് ആലോചിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏതൊരു നമ്പറിൻ്റെയും സീൽ ഫംഗ്ഷനും അതുപോലെ തന്നെ ഫ്ലോർ ഫംഗ്ഷനും കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ സിമ്പിളും ഒന്ന് ഓർത്ത് വയ്ക്കുക. രണ്ടും രണ്ട് രീതിയിലാണ് നമ്മൾ ഇടുന്നത്. ഇത്രയുമാണ് ആക്ടിവിറ്റി 0.3 പറയുന്നത്. ഇനി അടുത്ത ആക്ടിവിറ്റി 0.4 കിടക്കാം നമുക്ക്. ഇതിലാദ്യം വരുന്നത് ക്രിയേറ്റ് ആൻ ഇൻറ്റീജർ സ്ലൈഡറാണ്. അപ്പോൾ അതിന് സ്ലൈഡറിൽ പോയിട്ട് സ്ലൈഡർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രാഫിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ബോക്സ് വരും. അതിൽ നിന്ന് ഇൻറ്റീജർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്. അതിൽ നിന്ന് ഇൻറ്റീജർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇൻറ്റീജർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് ഇൻറ്റീജറിൻ്റെ നെയിം n എന്നാണ്. മാറ്റണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഡീഫോൾട്ടായിട്ട് വരുന്നത് തന്നെ ഞാൻ എടുക്കുകയാണ്. ഇവിടെ മിനിമം വാല്യൂ അതുപോലെ മാക്സിമം വാല്യൂ ഇൻക്രിമെൻ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. മിനിമം വാല്യൂ 1, മാക്സിമം വാല്യൂ 30, ഇൻക്രിമെൻറ്റ് 1. ജസ്റ്റ് ഓക്കെ കൊടുക്കുമ്പോൾ അതുപോലുള്ള ഒരു സ്ലൈഡർ നമുക്ക് കിട്ടും. ഇനി ഇൻക്രിമെൻറ്റ് 1 ആയതുകൊണ്ട് സ്ലൈഡർ നമ്മളിങ്ങനെ നീക്കുമ്പോൾ 1 മുതൽ 30 വരെ ഇതിങ്ങനെ നീങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് x⁻n ഗ്രാഫാണ് വരയ്ക്കാനുള്ളത്. അതിന് വേണ്ടിയിട്ട് ഇൻപുട്ടിൽ x⁻n എന്ന് കൊടുക്കുക, x⁻n എന്ന് കൊടുക്കുക. അപ്പോൾ x⁻n ആയി. അപ്പോൾ നമുക്ക് ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ n = 4 x⁻4 ഗ്രാഫാണ് കിടക്കുന്നത്. സോറി, ഇത് സ്ലൈഡർ ആക്റ്റീവ് ആയതുകൊണ്ടാണ് വീണ്ടും സ്ലൈഡർ വരുന്നത്. അപ്പോൾ തിരിച്ച് തന്നെ മൂവിലോട്ട് പോവുക. ഇപ്പോൾ നമുക്ക് ഇതിൽ മാറ്റി കൊടുക്കുമ്പോൾ നമുക്ക് x⁻1 ഗ്രാഫ് കിട്ടി, അതായത് x എന്നുള്ള ഗ്രാഫ് കിട്ടി. n = 1 ആകുമ്പോൾ x⁻1 x എന്നുള്ള ഗ്രാഫ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ n = 2 കൊടുത്ത് നോക്കാം. n = 2 കൊടുക്കുമ്പോൾ x² ഗ്രാഫ് കിട്ടും. കണ്ട പരാബോള ഷേപ്പ് x² ഗ്രാഫ് കിട്ടി. ഇനി മാറ്റി കൊടുക്കുമ്പോൾ x⁻3 x³ ഗ്രാഫ്, x⁻4 ഗ്രാഫ്. അപ്പം അങ്ങനെ മാറ്റി കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഓരോ ഗ്രാഫ് ഇങ്ങനെ മാറി മാറി വരുന്നതായിട്ട് കാണാൻ പറ്റും. ഇവിടെ n പവർ ഒരു ഈവൺ പവർ വരുമ്പോഴൊക്കെ അതിൻ്റെ ഗ്രാഫ് ഒരേപോലെയാണ് കിടക്കുന്നത്. ഒരു പരാബോളയുടെ ആ ഷേപ്പുള്ള ആ ഗ്രാഫ് നമുക്ക് n = ഈവൺ പവർ വരുമ്പോൾ മാത്രമാണ് കിട്ടുന്നത്. ഓഡ് പവർ വരുമ്പോൾ ഗ്രാഫ് ഡിഫറെൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. കണ്ടില്ലേ, ഇങ്ങനെ വന്ന് n = 30 ആകുമ്പോൾ ശരിക്കും ഒരു യു ഷേപ്പായിട്ടുള്ളൊരു ഗ്രാഫായിട്ടാണ് നമുക്ക് ഗ്രാഫ് കിട്ടുക. എക്സ് ആക്സിസിൽ ഇങ്ങനെ ജസ്റ്റ് ടച്ച് ചെയ്യുന്ന വിധത്തിൽ ഇങ്ങനെ പോയിട്ടുള്ള ഗ്രാഫ്. ഇനി ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും നോക്കണം. ഇപ്പോൾ ഡൊമൈനും റേഞ്ചും നോക്കാൻ ഇപ്പോൾ ഒരു ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ പവർ ഒരു ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഗ്രാഫ് ഒരേപോലെയാണ് പോയിട്ടുള്ളത്. അപ്പം നമ്മൾ ഈ ഒരു ഗ്രാഫ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ എല്ലാ എക്സ് വാല്യൂസും നമുക്ക് ഡൊമൈനായിട്ട് എടുക്കാം. സോ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. നേരെ മറിച്ച് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുമ്പോഴോ ഇവിടെ പോസിറ്റീവ് വാല്യൂസ് മാത്രമാണ് റേഞ്ചായിട്ട് വരുന്നത്, 0 മുതൽ ഇങ്ങോട്ടുള്ള വാല്യൂസ്. അതായത് റേഞ്ച് എന്ന് പറയുമ്പോൾ 0 to ഇൻഫിനിറ്റി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇനി x⁻5 അല്ലെങ്കിൽ എക്സിൻ്റെ പവർ ഒരു ഓഡ് പവർ ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും പറയുകയാണെന്നുണ്ടെങ്കിൽ ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയാം. അതുപോലെ റേഞ്ച് എന്ന് പറയുന്നതും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ന് പറയും. ഇതിങ്ങനെ മാറ്റിയിട്ട് ഏത് ഓഡ് നമ്പർ എടുക്കുമ്പോഴും നമുക്ക് ആ ഡൊമൈനും റേഞ്ചിലും വ്യത്യാസമില്ല. ഡൊമൈൻ എന്ന് പറയുന്ന സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സും റേഞ്ച് എന്ന് പറയുന്നതും അത് തന്നെയായിട്ടാണ് വരുന്നത്, റിയൽ നമ്പേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇതേ രീതിയിൽ ടേബിൾ എഴുതിയിട്ട് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. ഏതൊരു ഫംഗ്ഷൻ്റെയും f(x) = x⁻n എന്ന് പറയുന്നിട്ടുള്ള ഏതൊരു ഫംഗ്ഷൻ്റെയും ഡൊമൈൻ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സാണ്. അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നതും സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആയിരിക്കും. എപ്പോൾ n എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ. n = ഈവൺ നമ്പർ ആണെന്നുണ്ടെങ്കിൽ f(x) = x⁻n റേഞ്ച് എന്ന് പറയുന്നത് ക്ലോസ്ഡ് ഓപ്പൺ ഇൻ്റർവൽ 0 ആയിരിക്കും. ഇത്രയുമാണ് ഈ ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.